മദീനയില് സഖാബ് ഉസ്താദ്, ഞാൻ എൻ്റെ സുഹൃത്ത് സിദ്ദീഖ് സഖാബിയൊക്കെ ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഹജ്ജ് വേളയിൽ വെച്ച് ഉസ്താദ് ഉള്ളാൻ തങ്ങളാത്തും കൂടെ മദീനയിൽ നിർമ്മിച്ചു. ആ സമയത്ത് വന്നിരായിരിക്കുന്ന എ പി ഉസ്താദ്, അത് വല്ലാത്ത രംഗല്ലേ. 2000-ഓളം വരുന്ന പ്രവാസികളായ കുറേ പ്രവാസി സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, പ്രവാസികളൊക്കെ ഉണ്ട്. 2000-ഓളം വരുന്ന പ്രവാസി SYS-കാരങ്ങളെ കൂടിയപ്പോൾ എ പി ഉസ്താദിന്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുക. എന്താ കാരണം? ആ കാരണം 1975 ഉസ്താനക്കറി 1975 ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് SYS-ന്റെ പ്രസിഡന്റ് ആയിരുന്നു. SYS-കാരെ നമ്മൾ എളുപ്പം വിചാരിക്കും ഞാനിപ്പോ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ നടക്കുക, ഞാൻ ഇപ്പൊ അങ്ങോട്ട് സംഘടനയിലൊന്നും ഇപ്പൊ കാര്യമായിട്ട് പ്രവർത്തിക്കണില്ല, നമുക്ക് സ്വന്തമായിട്ട് കുറെ ഏർപ്പാടുണ്ടേ. മോനെ, നമ്മൾക്ക് നമ്മുടെ ഭാഗ്യം നഷ്ടപ്പെട്ടെന്ന് കൂട്ടിക്കോളി. ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഒന്നിക്കില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളിലെ കുറെ ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠ സഹോദരാ, നമുക്ക് അള്ള തന്ന ഭാഗ്യം എടുത്തു കളഞ്ഞു. അത് വിചാരിച്ചോളി. 8 കൊല്ലം ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങളല്ലേ. പൂക്കോയത്തങ്ങളെടുത്ത് ഒരാൾ ചെന്നാലേ, ഒരു ചെറുപ്പക്കാരൻ ചെന്ന് എന്താ പറയാറിയോ? നിങ്ങൾ SYS-ന് പ്രവർത്തിക്കലുണ്ട, നിങ്ങളെ ആകൃത്തുക്കളൊരു മുതൽക്കൂട്ട SYS ഇട്ടാ പ്രവർത്തിച്ചോളി. ചാപ്പരം ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ. പിന്നെ അതിന്റെ ബഹുമാനപ്പെട്ട വഫാത്തായപ്പോ അത് ഏറ്റെടുക്കുന്നത് വലിയുല്ലാഹി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അള്ളാഹുവിടുത്തെ തണൽ നമുക്ക് നൽകട്ടെ. ചാപ്പനങ്ങാടി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്നു 1975. അന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ തൊട്ട് ഇ കെ ഹസൻ ഉസ്താദ് തൊട്ട് എല്ലാവരും ഉണ്ട്. 10-80-40 മുഷാവറംഗങ്ങളുണ്ട്, മറ്റുള്ള നേതാക്കളുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോ അവിടുന്ന് ചാപ്പരങ്ങാടി ഉസ്താദ് പറയാ, SYS എന്ന ഈ പ്രസ്ഥാനം അത് വലിയൊരു പ്രസ്ഥാനമാണ്, മുഅ്മിനീങ്ങളുടെ ആഖിറത്തിലേക്കുള്ള ഒരു താങ്ങും തണലുമാണ്, മഹ്ശറിൽ പുഞ്ചിരിക്കാനുള്ള സംഘടനയാണ്. ഇത് വളരണം, ഗ്രാമാന്തരത്തിൽ ഇതെത്തണം. അതിനൊരു കാര്യദർശി വേണം, ഈ പ്രസ്ഥാനത്തിനൊരു സംസ്ഥാന സെക്രട്ടറി വേണം. അന്ന് നിലവിലെ സെക്രട്ടറി വഫാത്തായ സമയം. അപ്പൊ ഇതിന്റെ സെക്രട്ടറി ആരാ? അപ്പൊ എല്ലാവരും അത് അവിടുന്ന് തന്നെ പറഞ്ഞോട്ടെ. ചാപ്പരങ്ങാടിയുടെ നാവ് കൊണ്ട് പറഞ്ഞ ഏൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുക്കുന്ന വ്യക്തി അത് 80 പണ്ഡിത മഹത്തുക്കളുടെ മജ്ലിസിൽ നിന്ന് ആരെയാണോ വിളിക്കുന്നത് അവർക്കുള്ള പവർ പറയണ്ടല്ലോ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ബർക്കത്തും പറയേണ്ടതില്ലല്ലോ. ചാപ്പരങ്ങാടി ഉസ്താദ് 75 അവിടുന്ന് പറഞ്ഞു, ഇന്നും ആ സദസ്സിലിരുന്ന ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവിടുന്ന് പറയാ, ഇതിനൊരു സംസ്ഥാന കാര്യദർശി വേണം. ആരെയാണ്? അപ്പോൾ എല്ലാവരും ആരൊക്കെ ആ സദസ്സിലുള്ള ആലിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്തോളൂ ചാപ്പരങ്ങാടി ഉസ്താദിന്. എന്നാ ഞാൻ പറയട്ടെ ഞാൻ ഒരാളെ പേര് പറയട്ടെ. ആ കൂട്ടത്തില് ഒരു രോമം പോലും നിരക്കാത്ത ബേക്കിലൊരു മനുഷ്യരിക്കുന്നുണ്ട്, ബേക്കിലൊരാളിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ, അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. ശൈഖുനായുടെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്തോളി. അവിടെ നിന്ന് എന്താ പറഞ്ഞവര്? ചാപ്പരങ്ങാടി അബൂബക്കറെ നിങ്ങളെ ഞാൻ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അതങ്ങ് പറഞ്ഞപ്പോൾ ഉസ്താദ് കരഞ്ഞ അനുഭവങ്ങൾ എൻ്റെ ഉസ്താദുമാരൊക്കെ എപ്പോഴും പറയും. ചാപ്പരങ്ങാടി ഉസ്താദ് പറഞ്ഞപ്പോൾ എ പി ഉസ്താദ് അങ്ങ് കരഞ്ഞ രംഗം. അങ്ങനെ ചാപ്പരങ്ങാടി ഉസ്താദ് തെരഞ്ഞെടുക്കുക. അന്ന് എത്രയാണെന്നറിയോ? അന്ന് അംഗീകരിക്കപ്പെട്ട യൂണിറ്റ് 28 28 അതിൽ എണ്ണാവുന്ന യൂണിറ്റുകൾ. പിന്നെ പ്രസിഡന്റായി ചാപ്പരങ്ങാടി ഉസ്താദിന് ബഹുമാനപ്പെട്ട ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ആമീൻ ഉസ്താദിനെ തെരഞ്ഞെടുക്കുന്നത്. ആ യുഗമുണ്ടല്ലോ നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ നിർണായക കാലങ്ങളായിരുന്നു. വല്ലാത്ത സന്തോഷകരമായ കാലം. 1981 2 വാക്കെന്നോട് ഇത് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിക്കട്ടോ. 1981 ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ ഉസ്താദ് പറഞ്ഞു, എ പി ഉസ്താദിനോട് പറയാ, ഉസ്താദിനോടൊരു വാക്ക് പറയാം, എ പി ഉസ്താദിനോട്, നിങ്ങൾക്ക് അള്ളൊരു തൗഫീഖ് വന്നിട്ടുണ്ട്, കോഴിക്കോട് നിങ്ങളെ കൈകൊണ്ടൊരു പള്ളി ഉണ്ടാക്കണം. എന്നിട്ട് അശ്വൻക്ക് അവിടെ പ്രസംഗിക്കണം. അശ്വൻക്ക് സുന്നത്ത് ജമാഅത്ത് പറയണം കോഴിക്കോട്ട് അങ്ങാടിയിൽ നിങ്ങളൊരു പള്ളി എടുക്കോ. ഉസ്താദ് ദ്വാരന ഞാൻ പള്ളി ഉണ്ടാക്കാം. എ പി ഉസ്താദ് ഇറങ്ങിയില്ലേ, ആ പള്ളി
അഥവാ സ്റ്റേഡിയം പള്ളിയുണ്ടല്ലോ കോഴിക്കോട്ടെ, ആ പള്ളി ഉസ്താദ് ഉണ്ടാക്കിയിട്ട് അസൽ ഉസ്താദ് എ പി ഉസ്താദ് അങ്ങ് അടച്ചുകൂട്ടുക. എന്നിട്ട് അവിടെ നിന്ന് ആദ്യമായി ഉസ്താദാ പ്രസംഗിക്കുന്നത്. ഹസൻ ഉസ്താദിന്റെ പ്രസംഗ, എ പി ഉസ്താദിനുടെ ദുആയുടെ പ്രസംഗം. അവിടുന്ന് 82-ലല്ലേ വഫാത്താകുന്നത്. അപ്പോൾ എ പി ഉസ്താദ് വിളിച്ചു, ഇപ്പൊ എ പി നമുക്ക് എത്ര ആയി, നമ്മുടെ SYS ഇപ്പൊ എങ്ങനെയൊക്കെ ഹാല്? അപ്പൊ ഉസ്താദ് പറയാ, ഹസൻ ഉസ്താദിനോട് 1627 ശാഖയുണ്ട്. 1627 ശാഖ, 9 ജില്ല അംഗീകരിച്ചിട്ടുണ്ട്. അന്ന് പാലക്കാട് ജില്ല അന്ന് ഉസ്താദ് എണ്ണിയത്, അതാ നമ്മുടെ 60-ാം വാർഷികത്തിന്റെ ഇതില് MA ഉസ്താദ് എഴുതിയ പുസ്തകത്തും കൊടുത്തിട്ടുണ്ട്. അന്ന് പാലക്കാട് ജില്ലക്ക് 99 ശാഖ ഉണ്ട്. അന്ന് പാലക്കാട് ജില്ല നമ്മുടെ മുൻഗാമികള് അന്ന് 99 ശാഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. അവിടെ പ്രവർത്തനം കൊണ്ടല്ലേ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പണ്ടുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഇപ്പോൾ സൗകര്യം അന്നുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ അവർക്കൊക്കെ പ്രവർത്തിക്കാൻ അവരൊന്നും സ്വപ്നം കണ്ടു കാണില്ല. ഇന്ന് ഈ വിധത്തിൽ നമ്മുടെ സംഘടന അല്ലാഹു എത്തിച്ചില്ലേ. ആ മുൻഗാമികൾക്ക് അല്ലാഹു ബർക്കത്ത്, മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ വളർത്തിയ ഉസ്താദാണ് എ പി ഉസ്താദ്. ഗൾഫ് നാടുകളിൽ 2000 ചില്ലാനും SYSകാരെ കണ്ടപ്പോ മുമ്പിലങ്ങ് എഴുന്നേറ്റിട്ട് ഉസ്താദ് അങ്ങ് കരയാ. എന്താ, അതൊരു അനുഭൂതിയാണ്. എന്നിട്ട് പറഞ്ഞു, താജുൽ ഉലമക്ക് ഉപ്പാപ്പുണ്ട്. താജുൽ ഉലമക്ക് ആ മദീനത്ത് പച്ചക്കുബ്ബന്റെ ഭാഗത്തേക്ക് ഇങ്ങ് ചൂണ്ടിയിട്ട്, താജുൽ ഉലമക്ക് ഉപ്പാപ്പുണ്ട്. എനിക്ക് നിങ്ങളൊക്കെ ഒരു ദുആ ഒന്നുമില്ല. ഉസ്താദിന്റെ വാക്ക് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. ഉസ്താദ് അവിടുന്ന് ആ വാക്കങ്ങ് പറഞ്ഞ് കണ്ണിന്നിങ്ങനെ വെള്ളം ഒഴുകുക. ദർസാക്ഷികൾ ഈ മജ്ലിസിലുണ്ട്. കണ്ണിന്നങ്ങനെ വെള്ളം ഒഴുകുക. താജുൽ ഉലമക്ക് ഉപ്പാപ്പുണ്ട്. എനിക്ക് നിങ്ങളെപ്പോലെയുള്ളവരുടെ ദ്വാ, നിങ്ങളെനിക്ക് ദ്വാരക്കണം. ഉസ്താദ് ചെറിയ കുട്ടിയെ പോലെ അങ്ങ് പറഞ്ഞപ്പോ, എ പി നിങ്ങൾക്ക് ഞാനുണ്ട്. താജുൽ ഉലമ എഴുന്നേറ്റിട്ട് ഉസ്താദിന്റെ കയ്യങ്ങ് പിടിച്ച്, ആ പ്രായം ചെന്ന് 86 വയസ്സുള്ള താജുൽ ഉലമ കയ്യങ്ങ് പിടിച്ച് കുലുക്കിയിട്ട്, എ പി നിങ്ങൾക്ക് ഞാനുണ്ട്. നിങ്ങളെ മൂത്ത മകൾ എത്ര വട്ടം എൻ്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ടറിയോ? പാന കണ്ടിട്ട് കാലം കുറയായി. നിങ്ങൾക്ക് ഞാനുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇന്ന് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അൽ ഹജ്ജാർ തങ്ങൾ വഫാത്തായി. മുഹമ്മദ് അൽ ഹജ്ജാർ 20 ചില്ലാനും കൊല്ലം പച്ചക്കുബ്ബയിലേക്ക് നോക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലി കിതാബുകൾ രചിച്ചൊരു മഹാൻ. കഴിഞ്ഞ ഹജ്ജ് വേളയിൽ ഞങ്ങൾ കുറെ ആൾ സിദ്ദീഖ് സഖാഫി ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ധാരാളം ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ പോകും. നിങ്ങൾക്കറിയോ, SYSകാരെ താജുൽ ഉലമ മദീനയിൽ വന്നെന്നറിഞ്ഞാൽ താജുൽ ഉലമയുടെ കാലല്ല പിടിക്കുന്നത്, അവിടുന്ന് ധരിച്ച ചെരുപ്പ് ഇങ്ങനെ തൊട്ടുമുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ച മുഹമ്മദുൽ ഹജ്ജാർ താജുൽ ഉലമ ധരിച്ച ചെരുപ്പ് ഇങ്ങനെ എടുത്തിട്ട് ആ ചെരുപ്പ് അവിടുന്ന് തൊട്ടുമുത്തുകയാ. താജുൽ ഉലമയുടെ ചെരുപ്പ് തൊട്ടുമുത്തുന്നു. ആ നേതൃത്വം അവിടുത്തെ അനുയായികളാകാൻ കഴിഞ്ഞതില് പാലക്കാട് ജില്ലയിൽ ഏതെല്ലാം തരക്കാരുണ്ട്. അല്ലാഹു താജുൽ ഉലമയുടെ കുട്ടികളാക്കിയില്ലേ? ഖബറുൽ ഉലമയുടെ മക്കളാക്കി തന്നില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്ര ആളുകൾ കാല് പിടിച്ച് ചുംബിക്കുന്നു. നേരെ നിങ്ങൾ കാണുന്ന രംഗമാണ്. അവിടുന്ന് ഇന്ന് കാണാതെ തുഹഫ എന്നൊരു ഗ്രന്ഥം, മോനെ അങ്ങനെയല്ല, ശിഷ്യഗണങ്ങൾ ഇവിടെയുണ്ട്, മക്കളെ അങ്ങനെയല്ലടോ, ഇങ്ങനെ വായിക്ക് എന്ന് പറഞ്ഞിട്ട് തുഹഫ എന്ന ഗ്രന്ഥം മറിച്ചു നോക്കാതെ അന്ന് വായിക്കുന്ന ഒരു തങ്ങളായ പണ്ഡിതൻ ഇന്നുണ്ടോ? അത് താജുൽ ഉലമയാ. അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആ താജുൽ ഉലമയും ഖമറുൽ ഉലമയും അങ്ങ് പ്രഖ്യാപിച്ചപ്പോ ആ പ്രഖ്യാപനം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും നീലഗിരി ജില്ലയിലുമായി ഓരോ ഗ്രാമത്തിലെയും മക്കൾ ഞങ്ങൾ അവിടുത്തെ ആ നേതൃത്വത്തോട് ഞങ്ങൾ ഏറ്റെടുത്തു, അങ്ങ് ഇറങ്ങിത്തിരിച്ചു. ഇതാ പാലക്കാട് ജില്ലയിൽ മാസങ്ങളോളം അധ്വാനിച്ചിട്ട് അവിടെ സമാപിക്കാൻ പോവുകയാണ്. നിർത്തരുത് കേട്ടോ, നാടത്തോടുകൂടെ നിർത്തിപ്പോകരുത്. ഇതൊരു തുടക്കമാക്കുക, പ്രവർത്തകരെ തുടക്കമാക്കിക്കൊണ്ട് ഇറങ്ങുക.
അങ്ങ് തിരിക്കി ഇറങ്ങിത്തിരിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഹസൻ ഉസ്താദിന്റെ കാൽപാദം തട്ടിയ മണ്ണിൽ വിശ്രമിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.